ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കാറ്റാണ് കേട്ടോ. ഡിസംബർ ജനുവരിയിൽ ഉണ്ടാകുന്ന ഒരു കാറ്റൊക്കെ അല്ലേ, ഇലകളൊക്കെ പാറിപ്പറന്നിട്ട് ഭയങ്കര കാറ്റ് പൊടിയൊക്കെ പറന്ന് അങ്ങനെയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ അത്. ഒരു കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്ലൈമറ്റാണത്. കാരണം നമ്മൾ കണ്ണിമാങ്ങ പറക്കിയിട്ടും പുളിയൊക്കെ പറക്കുന്നൊരു സമയമല്ലേ, അതൊക്കെ പറക്കി കഴിക്കുന്നൊരു സമയം. അതാണല്ലോ ഈ കാറ്റൊക്കെ വരുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടൊരു സമയമാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം. അതാണ് കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പം നമ്മളെ പുൽക്കൂട് ഒക്കെ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീണ് എടുക്കുന്നുണ്ട്. പറമ്പൊക്കെ കിളച്ച് വൃത്തിയാക്കി അവിടെ പണി നടക്കുന്നുണ്ട്. കാറ് ഇവിടെ എടുക്കുന്നത് ആകെ പൊടിയാണ്. കഴുകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ ചെടി നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, ഏതെവിടെ നടണമെന്നൊക്കെ. കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പച്ചക്കറി കൃഷി. വിളവ് വളരെ കുറവാണ്. ഇന്നലെ നനച്ചിട്ടില്ല, അതിൻ്റെ ഒരു കുറവുണ്ട്. ഇതാണ് ആ സംഭവം കേട്ടോ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചെടി കേട്ടോ. ഞാൻ ഒരു പാത്രത്തിൽ നട്ടുപിടിപ്പിച്ചിട്ട് ഇതിവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. എൻ്റെ ഒരു പരീക്ഷണമാണിത്. എങ്ങനെ ആവും എന്നറിയില്ല. ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പം നട്ടിട്ട് അധികമായിട്ടില്ല. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത് മുൻപ് ചെയ്തിട്ട് അറിയില്ല ഉണ്ടാവില്ല എന്നുള്ള കാര്യം. ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഇന്ന് നമ്മളെ നാട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാലാവസ്ഥ ഈ സമയത്തല്ലേ എല്ലായിടത്തും പറമ്പൊക്കെ കിളക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ എല്ലായിടവും. അപ്പോൾ നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ലേ. ഇടിച്ച് വാരി കഴിഞ്ഞിട്ട് ഇലകളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ? ഇനി കുറച്ച് കാലം എങ്ങനെയായിരിക്കും. ഈ പേരമരം എന്താ പറയുക, ചെറുതാവുമ്പോൾ തന്നെ നിറയെ കായ്കളുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിക്കുമ്പോൾ തന്നെ കായ്കളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കായ ഉണ്ടാവുന്നത് മുഴുവൻ ഒരു കറുപ്പ് കളറായിട്ട് നാശമായി പോവുകയാണ്. നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും അതെന്താണ് കാരണം എന്നറിയെങ്കിൽ പറയണേ. ഇത് ആദ്യമായിട്ട് കഴിച്ച മാവാണേ. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട് ഒരു ഷോർട്സിൽ. കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചു, ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇത് രണ്ടും ഞാൻ അകത്ത് വെക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തിക്കുക. വെയിൽ ചൂടില്ലാത്ത സമയമാണല്ലോ. അപ്പോൾ നല്ല രസമല്ലേ വെയിലപ്പുറത്തൊക്കെ. അപ്പം ഞാൻ പണി നടക്കുന്നു പറയുന്നുണ്ടല്ലോ അല്ലേ. ഷോർട്സിലും പറയുന്നുണ്ട് തിരക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് പണി എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിടാം കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊരൊറ്റ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലത് ഉൾപ്പെടുത്താത്തത്. ഇനി ആ വീഡിയോ കൊണ്ട് പണി ചെയ്യുന്ന ആൾക്ക് അതൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതൊരൊറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വരും. പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത്. ചെറിയൊരു പണിയാണ് കേട്ടോ, വലിയ ഗംഭീരമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല, ചെറുതാണ്. എന്നാലും അത് അവർക്കൊരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് അത് മാത്രമാക്കിയിട്ട് ഒരു വീഡിയോ ഇട്ട് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് ഒരു വീഡിയോ ഇട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ അമര പൊട്ടിച്ചപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ കിട്ടിയത് കേട്ടോ. കുറച്ചേ കിട്ടുള്ളൂ. കുറേയൊക്കെ 2-3 ചെടിയും കൂടി ഉണ്ട്. എല്ലാത്തിലും കൂടി ആണെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും. പക്ഷേ അത് പുഴു വന്നിട്ട് കുറേ പോയിട്ടുണ്ട്. മരുന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണ് പുഴുവിന്. എന്നാലും ഇന്നിപ്പോൾ ഇത്രേ കിട്ടുള്ളൂ. പക്ഷേ ഒരു 2 ആൾക്ക് കഴിക്കാനുള്ള ഉപ്പേരിയൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വെച്ചാൽ ഇത് മുഴുവൻ വേണമെങ്കിലും ഞാൻ കഴിക്കും. എന്നാലും കുറച്ചുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്.
അത് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി പിന്നെ നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ചീനമുളകൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരാനുണ്ട്. എന്തോ ഒരു ഉഷാറ് കുറവ് ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ മോശമായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഈ മുളകൊക്കെ ഫുള്ള് മുരടിച്ചാൽ നിൽക്കുന്നത്. ഇതൊക്കെ വഴുതനങ്ങയാണ്, നന്നായിട്ട് ഉണ്ടാവാറൊക്കെ ഉള്ളതായിരുന്നു, ഇപ്പോൾ മോശമാണ്. ഇതാണ് അമരച്ചെടി. ഇതുമെന്നാണ് ഇപ്പോൾ കുറച്ചധികം കിട്ടിയത്. പൂവൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പണി നടക്കുമ്പോൾ കുറച്ച് ഗ്രോ ബാഗ് അപ്പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ എടുത്ത് വെച്ച് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചപ്പോൾ കുറേ പൂവൊക്കെ ഇളകിയിട്ട് കൊഴിഞ്ഞു പോയി. തക്കാളിയൊക്കെ പിന്നെ കാക്കയും കിളിയൊക്കെ വന്ന് കഴിക്കുക. നീണ്ടു പോവുകയാണേ. നമുക്ക് ഉപ്പേരിയിലിടാൻ 2 മുളക് പൊട്ടിക്കാം. കുഴിച്ചിട്ടിട്ടുണ്ട്, കപ്പയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായാൽ മതിയായിരുന്നു. ഇതൊക്കെ പയറാണേ. ഇത് ഏകദേശം വെട്ടാനായിട്ടുണ്ട്. ഇതൊരു ചാമ്പയ്ക്കയാണ്. സത്യം പറഞ്ഞാൽ നല്ലോണം വലുതാവേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഇതേപോലെ നിൽക്കുക. ഇത് അനാറിൻ്റെ മരമാണ്, പക്ഷേ ഇത് തണലായത് കൊണ്ട് ഇതിങ്ങനെ തന്നെ നിൽക്കണേ. പിന്നെ ഇവിടുത്തെ മുരിങ്ങയുടെ മേലെ, ആ തെങ്ങിൻ്റെ മേലെ നിന്ന് ഒരു ഓല വീണ് കിടക്കുന്നുണ്ട്. ഇനി അതിനെ എങ്ങനെ കിട്ടുമോ? ഇതുമ്പോൾ കായ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ മുരിങ്ങമ്മേ. ഇത് വേപ്പിൻ തൈ. പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇതിന് വളരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം, പൈനാപ്പിൾ. ഇത് ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായതാട്ടോ. അത് വേറൊരു സ്ഥലത്ത് കൂടെ വന്നിട്ട് പഴുക്കാനായോ എന്നൊരു സംശയം. ചെറുതാണ്, അന്നുണ്ടായ അത്ര വലുപ്പമില്ല. പക്ഷെ അന്നുണ്ടായത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ പൊട്ടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഖത്തറിലായിരുന്നു. അപ്പോൾ 2 3 ആണ് തോന്നുന്നുണ്ടായത്, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇത് കുറച്ച് ചെറുതാണ്, അത് നല്ല വലുതായിരുന്നു അന്നുണ്ടായത്. പിന്നെ ഇവിടെ ഒരു ഓമ ഉണ്ട്, അതത്ര ഉഷാറില്ല. റംബൂട്ടാൻ 2-2.5 വർഷമായി വെച്ചിട്ട് വന്നിട്ട് കായ്ച്ച് കിട്ടണം. ഇതിൻ്റെ അടുത്തൊരു ഓമുണ്ട് കേട്ടോ, അത് നല്ല ഉഷാറായിട്ടാണ് വളരുന്നത്. നമ്മളുടെ ഒട്ടുമാവ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാങ്ങ, നല്ല ഒരു മാങ്ങയുടെ ഒക്കെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നില്ലേ, ഷോർട്സൊക്കെ ഇട്ടിരുന്നില്ലേ, അത് ഇതുമത്തി കേട്ടോ. ഇപ്രാവശ്യം ഇത് 2-3 സ്ഥലത്ത് പൂത്തു, പക്ഷേ കുറേ പൂവൊക്കെ കരിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞുമൊക്കെ ഇട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇതിൻ്റെ കാര്യം പോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ചെടി. ഈ ചെടിക്ക് വേണ്ടി കുറേ നടന്നിട്ടുണ്ട് ഞങ്ങൾ. എത്ര ചെറുതായിരുന്നു വെക്കുമ്പോൾ, ഇപ്പോൾ നല്ലോണം വലുതായി. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിന്ന് പൊട്ടിച്ച അമരകൊണ്ട് ഉപ്പേരി, കടയിൽ നിന്ന് വാങ്ങിച്ച കോളിഫ്ലവർ കൊണ്ട് ഫ്രൈ ചെയ്യാം. കറി എന്ത് വെക്കണമെന്ന് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് തീരുമാനിക്കണം. ഈ വെളുത്തുള്ളി കളയാൻ നല്ല എളുപ്പമാണ്. ഗൾഫിലൊക്കെ കിട്ടുന്ന പോലത്തെ, ലുലുവിലൊക്കെ പോയാൽ കിട്ടും, മാളിലൊക്കെ പോയാൽ കിട്ടും. പക്ഷേ എന്താ ഒരു ഇതെന്നറിയോ, വെളുത്തുള്ളി ആയിക്കോട്ടെ ഇഞ്ചി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ലുലുവിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഇതിനേക്കാളും എന്താ പറയുക,
ഒരു സ്മെല്ല്, അതിൻ്റെ ഒരു ഇതില്ലേ, എന്താ പറയുക, അതിൻ്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താ പറയുക, അത് കുറച്ച് കൂടുതലുണ്ടാവുക ഈ ചെറിയ വെളുത്തുള്ളിക്കും. അതേപോലെ നമ്മളെ ഇന്ത്യൻ ജിഞ്ചർ പറഞ്ഞിട്ടും പിന്നെ വേറെ ഏതോ അങ്ങനെ പറഞ്ഞ് കിട്ടുമല്ലോ. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ഇഞ്ചി ചെറുതാണെങ്കിലും അതൊരു കഷ്ണം ഇട്ടാൽ മതി. പക്ഷേ മറ്റേ വലിയ ഇഞ്ചി കാണാൻ നല്ല ഭംഗിയായിരിക്കും, വെള്ള കളറൊക്കെ ആയിട്ട്, പക്ഷെ അതിലൊക്കെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇതൊരു ചെറിയ കഷ്ണമാണെങ്കിൽ അതൊരു വലിയ കഷ്ണം ഇടണം, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കൂടുതൽ എളുപ്പം മറ്റേതായതുകൊണ്ട് ചിലപ്പോൾ കുറേ ആൾക്കാർ അത് നോക്കിയിട്ട് വാങ്ങും. അല്ല, പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഇഞ്ചിക്ക് വിലയും കൂടുതലാണ്. ഇത് പക്ഷേ ഈ വെളുത്തുള്ളിക്ക് ഇവിടെ വില കൂടുതലാട്ടോ, നമ്മളെ നാട്ടിലത്തെ വെളുത്തുള്ളിയേക്കാൾ വില കൂടുതലാണ്. ക്ലീൻ ചെയ്യാൻ മാത്രമേ ഇത് എളുപ്പമുള്ളൂ, മറ്റേ തന്നെയായിരിക്കും സ്മെല്ല് കൊണ്ടൊക്കെ നന്നാവും. ഇത് വേണമെങ്കിൽ മറ്റേ കുറച്ചും കൂടി ആവുന്ന വരെ ഇത് എടുത്ത് വെക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചേ ഉള്ളെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇത് കുറച്ച് ഉപ്പും മുളകും മാത്രം ഇട്ട് ഒന്ന് അവിയിൽ വേവിച്ചാൽ മതി. കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് വേവും ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ. പലർക്കും പല ടേസ്റ്റാണ്. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. ഇത് കോവയ്ക്ക, ബീറ്റ്റൂട്ടൊന്നും വലിയ കുഴപ്പമില്ല, ഇഷ്ടമൊക്കെയാണ്. എന്നാലും ബീറ്റ്റൂട്ട് നല്ലതല്ലേ വിചാരിച്ചിട്ട് കഴിക്കുന്നു മാത്രം, അല്ലാതെ ഇഷ്ടമുള്ളത് ഇങ്ങനത്തെയൊക്കെയാണ്. ഞങ്ങളിവിടെ മീൻ വാങ്ങാൻ ഒരു മീൻകാരൻ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇത് കൂടെ പോകും. അതിൽ പൂമാമ പറഞ്ഞ ഒരാളുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടാണ് വരിക, പൂമാമയെന്ന് പറഞ്ഞിട്ടാണ് അയാൾ വരിക. അയാളുടെ നിന്നാ മീൻ വാങ്ങിക്കാറ് കേട്ടോ. പിന്നെ പുറത്തെവിടെയാലും പോയിട്ട് വരികയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ നെരിപ്പറമ്പിൽ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നോ അല്ലെങ്കിൽ ജംഗ്ഷനിൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കും. ഇത് കൂടെ പോകുന്ന ആളുടെ അടുത്ത് നിന്ന് അയാളുടെ അടുത്ത് വാങ്ങിക്കും. നല്ല ഫ്രഷ് മീൻ അയാൾ കൊണ്ടുവരുള്ളൂ. പിന്നെ അത്ര വലിയ റേറ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനെ റേറ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ലതായിരിക്കും കൊണ്ടുവരുന്ന മീൻ. അപ്പോൾ നമുക്കൊരു വിശ്വാസമാണല്ലോ. അദ്ദേഹം ഇപ്പോൾ മക്കയിൽ ഉംറയ്ക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഒരു മാസം ലീവൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുക. മീൻ വാങ്ങിക്കൽ കുറവാണ്, ഇടയ്ക്കൊക്കെ വാങ്ങിക്കുള്ളൂ. കാരണം ഞാൻ എല്ലാ മീനൊന്നും കഴിക്കില്ല. പിന്നെ കുട്ടികൾക്കും ചില മീനൊന്നും പിടിക്കില്ല. അതിനുണ്ടാക്കിയാലും കുറേ ഇഷ്ടമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ ഒക്കെ മീൻ വാങ്ങണം. ചിക്കനാണെങ്കിൽ എല്ലാവർക്കും പോകും. അത് എന്ത് കാട്ടി കൊടുത്താലും കുറ്റം പറഞ്ഞാലും കഴിയും, എന്തായാലും കളയേണ്ടി വരില്ല. പക്ഷെ മീനൊക്കെ പല പ്രാവശ്യം ഇവർ ചിലപ്പോൾ ഞാൻ കഴിക്കാത്ത ഇവർ കഴിക്കുന്നു വിചാരിച്ചാൽ അങ്ങനെയൊക്കെ വാങ്ങിച്ചാലും ചിലപ്പോൾ അവർ കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊപ്പം വരുന്നില്ല. ഇത് അരിയാനൊക്കെ നല്ല എളുപ്പമാണ്. മൂത്തിട്ടൊന്നുമില്ലല്ലോ, നല്ല ചള്ളല്ലേ. അപ്പോൾ നല്ല വൃത്തിയൊക്കെ. പിന്നെ പുഴുവൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കുറേ ഞാൻ പറഞ്ഞില്ലേ, കുറേ ചെടികളുണ്ടായിരുന്നു, എല്ലാം നാശമായി പോയി എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ നഴ്സറിയിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇടയ്ക്ക് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് പുഴുവൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് ഉണ്ട്. കുറച്ചും കൂടി തൈ നന്നിട്ട് വയ്ക്കണം. പോകാൻ സമയം കിട്ടിയിട്ടില്ല, അതാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വന്നില്ല, തിരക്കായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ അമരം എത്രയൊന്നും കിട്ടിയില്ല, എന്നാലും ആഗ്രഹത്തിനുള്ളതുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നോക്കി ഇതിനി
ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ തിളപ്പിച്ചെടുത്ത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ വെറുതെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ സൗണ്ട് ഉണ്ടാവും, വാഹനങ്ങളുടെ സൗണ്ട് ഉണ്ടാവും, പക്ഷെ വളരെ അധികം സൗണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ഇപ്പം നിലവിൽ കുറേ പറമ്പൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ നിറയെ മരങ്ങളൊക്കെ ഉള്ളത് നല്ല രസമാണ്. നല്ല കാറ്റും നല്ല നമുക്ക് നമ്മളെ പുറത്തൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ഫ്രീഡമാണ്. റോഡ് അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളതൊന്നുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ കോളിഫ്ലവറും നുറുക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.